വെൽക്കം ബാക്ക് ടു മീറ്റ് ദി ലിൻസ്. ഇപ്പോൾ സമയം അതിരാവിലെ 4:30 കേട്ടോ. ഇത്രയും നേരത്തെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ യുകെയിലെ ബിഗ്ഗസ്റ്റ് ഫിഷ് മാർക്കറ്റ് ആയിട്ടുള്ള ബില്ലിംഗ്സ്ഗേറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഫിഷ് മാർക്കറ്റ് 4 to 8:30 ആണ് ഓപ്പണിംഗ് ടൈം. അപ്പോൾ ഇത്രയും നേരത്തെ പോയാൽ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ലണ്ടനിലുള്ളവർക്ക് ബില്ലിംഗ്സ്ഗേറ്റ് ഫിഷ് മാർക്കറ്റ് ഈസിലി റീച്ചബിൾ ആണ്. പോപ്പുലർ ആൻഡ് ബ്ലാക്ക് വോൾ DLR സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റും പിന്നെ കനറി വോഫ് ട്യൂബ് സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റുമാണ് ബില്ലിംഗ്സ്ഗേറ്റിലോട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ സാധാരണ ചെറിയ ചെറിയ ഫിഷ് സ്റ്റോൾസിൽ പോയി വാങ്ങിക്കുന്നതിലും നല്ല ഫ്രഷും ആയിരിക്കും. ഭയങ്കര റേറ്റിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒത്തിരി മിസ് ചെയ്തത് ഈ ഫ്രഷ് ഫിഷാണ് കേട്ടോ. എനിക്ക് അടുത്ത് തന്നെ സ്റ്റോൾസൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അത്രയും ഫ്രഷും അല്ല, ചിലപ്പോൾ ഫ്രോസൺ ഫിഷൊക്കെ ആയിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് എനിക്ക് ഫ്രഷ് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് വായിൽ പിടിച്ചതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ ഫിഷ് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ബില്ലിംഗ്സ്ഗേറ്റ് വരും. എപ്പോഴൊന്നും വരാൻ പറ്റില്ല, ഈ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വരുന്ന ചടങ്ങല്ലേ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ വന്ന് കുറച്ച് കൂടുതൽ ഫിഷ് ഞാൻ മേടിച്ച് വെക്കും. ഈ സൈഡിലൊക്കെ വെച്ചേക്കുന്ന ഈ കണ്ടെയ്നേഴ്സ് കണ്ടോ, ഇതൊക്കെ ഈ ഹോൾസെയിലേഴ്സ് നേരത്തെ തന്നെ വന്ന് മാറ്റി വെച്ചേക്കുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ. മാർക്കറ്റ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ട്. പിന്നെ UK വേറെ എവിടെ കിട്ടിയില്ലെങ്കിലും ഇവിടെ കിട്ടാത്ത ഫിഷ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട് കേട്ടോ. പിന്നെ കോൾഡ് സ്റ്റോറേജും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എത്ര വലിയ ഫിഷ് ആണെങ്കിലും ഇവിടെ കട്ടിങ്ങും ക്ലീനിങ്ങും ഇവർ ചെയ്യില്ലെന്നുള്ളതാണ്. എത്ര ബോക്സസിൽ വേണം നമുക്ക് ഫിഷ് കൊണ്ടുപോകാം, പക്ഷേ ഇവിടെ നമുക്ക് കട്ടിങ്ങും ക്ലീനും ഇവർ ചെയ്ത് തരത്തില്ല. ഇതൊക്കെ കണ്ടോ, നല്ല ജീവനുള്ള നല്ല ഫ്രഷ് ക്രാബാണ് കേട്ടോ. ക്രാബ് ഉണ്ട് ഇവിടെ, കൂന്തലുണ്ട്, പിന്നെ ചെമ്മീൻ കണ്ടോ, 1 കിലോയ്ക്ക് 8 പൗണ്ടാണ്, 3 കിലോയ്ക്ക് 20 പൗണ്ടേ ആവുന്നുള്ളൂ. ലോബ്സ്റ്റർ 35 പൗണ്ടാണ് കേട്ടോ. ഈ ലോബ്സ്റ്ററിൻ്റെ ഒക്കെ സൈസ് കണ്ടോ, എൻ്റെ കൈയിനേലും വലിപ്പമുള്ള ലോബ്സ്റ്റേഴ്സാണ് ഇതൊക്കെ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ആവൂലി 3 10 പൗണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല വലിയ സൈസ് ആവൂലിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെറൈറ്റി ഉണ്ടെന്ന്. ഇത് ഓയിസ്റ്റർ ലിനുവിന് കഴിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ആ ആഗ്രഹം ഞാൻ മുളയിലേ നുള്ളി. പിന്നെ ഇത് സീസണയിലാണെന്ന് തോന്നുന്നു. ചില വലിയ മീനൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സാൽമൺ ആണ്, കിലോ 16 പൗണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചിപ്പി, കല്ലുമക്കായ എന്നൊക്കെ പറയുന്ന മസിൽസ്. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിൽ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു മത്തിക്ക് കിലോ 300 രൂപയാണെന്ന്. അപ്പോൾ ഇവിടെ അല്ലേ ലാഭം, മത്തി ഒരു ബോക്സ് 1000 രൂപയുള്ളൂ, 10 പൗണ്ട്. പിന്നെ ഇത് ടൈഗർ പ്രോൺസ് 25 പൗണ്ടാണ്. പിന്നെ ഇതൊക്കെ ഏത് മീനാണാവോ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇതുവരെ. ഇത് ബേബി ഷാർക്കാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഈ പുള്ളിയുള്ള മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ പോലും ആദ്യമായിട്ട് ഈ മീനൊക്കെ കാണുന്നത്. ലോ 11 ആണ് കിങ് ഫിഷ് അഥവാ നെയ്മീൻ. വലിയ മീനായതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പം ഞങ്ങൾ വന്നൊരു 1 hour കഴിഞ്ഞപ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ റഷൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. കാരണം ഈ ഹോൾസെയിലേഴ്സ് വന്ന് ബൾക്കായിട്ട് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ കുറേ ഷോപ്സൊക്കെ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു റൗണ്ട് നടന്നു വന്നപ്പോഴത്തേനും കുറേ ഷോപ്സൊന്നും കാണാനേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ സാധനം തീരും കേട്ടോ. അതാണ് 4 മണിക്കേ വരണം എന്ന് പറയുന്നത്. ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ വൈഡ് വെറൈറ്റീസ് നമുക്ക് മേടിച്ച് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം ഈ ഡ്രൈ ഫിഷിൻ്റെ ആണ് കേട്ടോ. ഇവിടെയും കുറേ അധികം ഡ്രൈ ഫിഷ് ഉണ്ട്. ഞാനിതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഫിഷസൊക്കെ ഇവിടെ ഉണ്ട്, ഡ്രൈ ഫിഷ് മെയിൻലി. അപ്പോൾ നിങ്ങളൊരു നല്ല സീ ഫുഡ് ലവർ ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എവിടെ നല്ല സീ ഫുഡ് കിട്ടും, എവിടെ നല്ല ഫിഷ് കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് എന്നെപ്പോലെ ലണ്ടനിൽ ഏതെങ്കിലും സീ ഫുഡ് ലവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ബില്ലിംഗ്സ്ഗേറ്റിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ ഇവിടെ മീൻ മുട്ട കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ മീൻ മുട്ട മേടിച്ചായിരുന്നു. ഇത്തവണ ഞാൻ മേടിച്ചിട്ടില്ല, കാരണം മീൻ മുട്ട ഇവിടെ കണ്ടെയ്നറിൽ ഒരു ബോക്സിലേ കൊടുക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കത് വർത്തിട്ടായിരുന്നു. പക്ഷെ ഇത്തവണ എനിക്ക് അത്രയും വേണ്ട. ഏതോ വലിയ മീനിൻ്റെ മുട്ടയായിരുന്നു, ഭയങ്കര ജൈജാൻറ്റിക് സൈസായിരുന്നു. പക്ഷേ മീൻ മുട്ടയൊക്കെ വേണമെങ്കിൽ നിങ്ങളത് നേരത്തെ തന്നെ വരണം. ഒരു 4:35 വന്നാലേ അതൊക്കെ കിട്ടുള്ളൂ. അതൊക്കെ ഹൈ ഡിമാൻഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്തവണ വന്നത് കാളാഞ്ചിയും ഹമൂറും മേടിക്കാനാണ് കേട്ടോ. കാളാഞ്ചി ഞാൻ ഈ റീസെൻ്റായിട്ടാണ് കഴിച്ച് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ നാട്ടിലിറങ്ങപ്പോൾ അത് കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇവിടെ വന്ന് കുറച്ച് വലിയ കാളാഞ്ചി മേടിക്കാമെന്ന്. അങ്ങനെ കാളാഞ്ചിയും ഹമൂറൊക്കെ മേടിച്ച് തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ മീൻ എൻ്റെ കണ്ണിലുടക്കിയത്. ആക്ച്വലി ഇത് കാണാൻ ഒരു പാമ്പിനെ പോലെയൊക്കെ ഇല്ലേ. നാട്ടിൽ എൻ്റെ അവിടെ കടൽവാള എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, പക്ഷെ അത് കാണാൻ ഇതുപോലെ ആണെങ്കിലും ഇത് ആ സാധനമല്ല. പിന്നെ ഇത് സാൽമൺ തലയാണ്, 1 പൗണ്ടേ ഉള്ളൂ കേട്ടോ. എത്ര വേണോ എടുത്തുകൊണ്ട് പോയി നമുക്ക് തലക്കറി വെക്കാം, പക്ഷെ പൈസ കൊടുക്കണം കേട്ടോ.
പിന്നെ ഇതേ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിത് കാര്യമാക്കിയില്ല. അങ്ങനെ നല്ല ഫ്രഷ് ഫിഷൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.